കയ്യോട്ട് ഹലോ പറയാൻ പറ്റുമെന്ന് അല്ലേ? ഹലോ, ആ ഹലോ, ഇങ്ങനെ നിവർത്തിയിട്ടാ പറയാ ഹലോ. ഹലോ, അതന്നെ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ചൊരു ദിവസമൊന്നും ആയിരുന്നില്ല കേട്ടോ. സാധാരണ പോലെ രാവിലെ നീറ്റു, ഞാനിങ്ങനെ നല്ല വെതറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നടന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര എനർജി വന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു ദിവസം, നമ്മുടെ സാധാരണ ഒരു ദിവസം ഒന്ന് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നൊരു വ്യാഴാഴ്ചയാണ്. ആസ് യൂഷ്വൽ വിഷ്ണു ജോലിക്ക് കയറിയിട്ടുണ്ട്. ഞാനും യുവിയും കൂടെ താഴ്ത്തിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നിട്ട് കുറേ ട്രിപ്പിൻ്റെ കാര്യങ്ങളും ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ പറയുന്നുണ്ടായിരുന്നത്. അതല്ലാതെ നോർമൽ ലൈഫിലേക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നായി പറഞ്ഞു തുടങ്ങി. നമ്മൾ സാധാരണ ഒരു ദിവസം, ഇന്ന് കുറച്ചൊരു മൈൻഡ് ടഫായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അതാണ് ഞാൻ രാവിലെ നീറ്റ് ഉടനെ ഗാർഡനിലൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് കുറച്ച് PCOS റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് പ്രഗ്നൻസിക്ക് ശേഷം കുറച്ചൊന്ന് സോർട്ടഡ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അത് ഞാൻ വീഡിയോ എനിക്ക് ചെടിയൊരു ചുമയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു പോവാം. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീഷ് പ്രഹസനം. ഇതാണിപ്പോൾ തനി മലയാളിയുടെ പ്രഹസനം അല്ലേ? കയ്യ എന്താ ചെയ്യുക. കഴിഞ്ഞ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വരെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുള്ള കാര്യങ്ങളായിരുന്നല്ലോ വീഡിയോ കൂടെ പറയുന്നുണ്ടായിരുന്നത്. ഇപ്പം ഞാനും വിഷ്ണു ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ കുറച്ചും കൂടെ സെറ്റിൽ ആയതുപോലെയാണ് നമുക്ക് രണ്ടുപേർക്കും തോന്നുന്നത് എന്നുള്ളത്. അപ്പോൾ അതും കൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ദിവസം കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ. യുവി ഇപ്പം അങ്ങനെ അധികം നിലത്തിരിക്കാറില്ല അല്ലേ? നിലത്തിരിക്കേണ്ട ഒരു ആവശ്യം അങ്ങനെ തോന്നാറില്ല. ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഈ വീട്ടിലുള്ളത് എൻ്റെ ഒക്കത്താണല്ലോ. അതുകൊണ്ട് അധികം എൻ്റെ ഒക്കത്ത് ഇരുന്നിട്ട് കൈ നോക്കുക, കാല് നോക്കുക, ചുറ്റും നടക്കുന്ന പരിപാടി കാണുക, അതൊക്കെയായിട്ട് നമ്മൾ അങ്ങനെ ഒരു ദിവസം ചെലവഴിക്കല്ലേ യുവി. അതുകൊണ്ടൊരു കാര്യം അധികം ചെയ്യാൻ പറ്റാറില്ല. സാധാരണ ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാല് വിഷ്ണു എണീറ്റ് ഇവന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനും കുറച്ചു നേരം കിടന്നുറങ്ങി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു ക്ഷീണം ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അറിയേ ചെയ്തില്ല, രാവിലെ ഏതും 8 മണി ഏതും 8:30 ഏതും ഒന്നും. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് വിഷ്ണു ജോലിക്ക് കയറിയത് കാരണം ഇവനെയും വെച്ചും കൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. യുവിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അമ്മയും അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. യുവിക്കിന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? യുവിക്കിന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? യുവിന്റെ കൈ കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത് അല്ലേ? അതാണ് എന്ത് ഭംഗിയറിയോ ഇവിടെ കയ്യ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. യുവി ഇന്ന് കഴിക്കുന്നത് മാംഗോ ഓട്സ് ആണ്, ഞങ്ങൾ ആപ്പിൾ ഓട്സ് ആണ്. അപ്പോൾ രണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു 7 months ഒക്കെ ആകുമ്പോഴാണ് പിള്ളേർക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ഒക്കെ തോന്നി തുടങ്ങുക എന്ന് പറയില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇപ്പോൾ നിലത്ത് കിടക്കാറുള്ളൂ. അത് ഈ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കാം. ഇത് യുവിയുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് നല്ലോണം ചൂടുവെള്ളത്തിലൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. ഞാൻ ചില ദിവസം ബ്ലൂബെറീസ് ആഡ് ചെയ്യാറുണ്ട്, ചില ദിവസം മാംഗോ ആണ് ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് യുവിക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പിന്നെ അത്യാവശ്യം നല്ല ഫില്ലിങ്ങും ആണ്. ഹേ വിഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് തീരെ സംസാരിക്കാൻ തോന്നണല്ലോ. എന്താ വായ ഇങ്ങനെ അടച്ചു വെക്കാൻ തോന്നണോ? വായ ഇങ്ങനെ അടച്ചു വെക്കാൻ തോന്നണോ? ഇത് താഴെ പ്രിവിലേജ് ആക്കി എടുക്കുകയല്ലേ? എനിക്കിത് രാവിലെ തൊട്ട് തീരെ മിണ്ടാ തോന്നുന്നില്ല. മേലിങ്ങനെ കോരി തരിക്കണ പോലത്തെ ഒരു ഫീലിംഗ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ PCOSൻ്റെ ഇഷ്യൂസൊക്കെ മാറി എന്നുള്ളത്. കാരണം പീരിയഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് നോർമൽ ആയതുപോലെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞൊരു കുറച്ച് 2-3 മാസമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വീണ്ടും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജീപ്പിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ അന്ന് വിഷ്ണുവിൻ്റെ ഓഫീസിൽ റിലീസും തിരക്കും എല്ലാം കാരണം അന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റിന് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള 2-3 ദിവസം ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യുക. പീരിയഡ്സ് ആയി കഴിഞ്ഞ് ആയതിൻ്റെ ബുദ്ധിമുട്ട്, ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആവാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ആവാത്തതിൻ്റെ ബുദ്ധിമുട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്ന് ഹാൻഡിൽ ചെയ്യായിരിക്കും നല്ലത് എന്നുള്ളത്. കാരണം ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കര ഒന്നിനൊട്ട് മോട്ടിവേറ്റഡ് അല്ലാത്തതുപോലെ തോന്നുക, ഭയങ്കര എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാൻ തോന്നുക, ഉറക്കം എണീക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തൊക്കെയോ റാൻഡം തോട്ട്സ്. ഇപ്പം ഇങ്ങനെ നമുക്ക് പല തോട്ട്സും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തലയിൽ വന്നത് ഇറക്കി വെക്കാൻ പറ്റാതെ, ഞാനങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക, ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുക മൈൻഡിൽ.
ഞാൻ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അടുത്ത ട്യൂസ്ഡേ അല്ലേ വിഷ്ണു? അപ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് പോയി ചെക്കപ്പ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഈ PCOS വല്ലാത്തൊരു അസുഖം കേട്ടോ. എന്തുകൊണ്ടത് വരുന്നതെന്നുള്ളത് പ്രോപ്പർ റീസണിങ് ഇല്ല. ചിലവർക്ക് പ്രഗ്നൻസി കഴിഞ്ഞാൽ മാറിപ്പോകുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ലൈഫ് സ്റ്റൈൽ കുറേ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തൊപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്നേ കണ്ട ഞാനിങ്ങനെ ചടച്ചിരിക്കുന്നൊരു ദിവസം. പക്ഷേ ഞാനിന്ന് ഉഷാറാക്കും. പുറത്തൊക്കെ നടക്കാൻ പോകും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. അപ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആവും. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചടച്ചങ്ങോട്ട് ഇരുന്ന് പോകും. അതെനിക്ക് വേണ്ടാന്ന്. എനിക്ക് കുറച്ച് നല്ല ദിവസമാണ്. എനിക്ക് നിർബന്ധമുള്ളത്. എനിക്കും വിഷ്ണുവിനും രാവിലെ ഇന്ന് സ്മൂതിയാണ് കേട്ടോ. ഓട്സും ആപ്പിളും അവക്കാഡോയും വരുന്നൊരു സ്മൂതി. വിഷ്ണു ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വെയിറ്റ് ലോസിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഉള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനേ നോക്കുന്നുള്ളൂ. ഞാനാണ് കുറച്ചും കൂടെ സ്ട്രെങ്തനിങ്ങും വെയിറ്റ് ലോസിലും ഒക്കെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. മുന്നേ പറഞ്ഞതുപോലെ ഫിറ്റ് റീഡ് കപ്പിളിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഈ ഒരു ജേണി. ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ അവരുടെ ഒപ്പം ചെയ്യുന്നത്. എനിക്ക് മുന്നേ ഒക്കെ ചെയ്ത സമയത്തും അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ആക്ച്വലി ഞാൻ കുറച്ച് ഉഴപ്പിയാണ് കേട്ടോ പോകുന്നത്. കാരണം ഇടയിൽ വെക്കേഷൻസിൽ പോകുമ്പോഴും ഒന്നും ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഫോളോ ചെയ്യുന്നില്ല. അതിന് കുറച്ചൊരു സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പ്രോപ്പറായിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. എത്ര കാലറി ഇൻടേക്ക് ഒരു ദിവസം വരുന്നുണ്ട്, സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ട് ഒരു ദിവസം, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ റുട്ടീൻ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു സൈഡിൽ വിഷ്ണു നമുക്കുള്ള സ്മൂതി റെഡിയാക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ യുവിയുടെ ഓട്സും മാംഗോയും റെഡി ആയിട്ടുണ്ട്. ഞാൻ യുവിക്ക് അധികവും ഫുഡ് ഒരുപാട് റിപ്പീറ്റായി പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മാംഗോയും ഓട്സും ആണ്. ഇത് നമ്മുടെ യൂഷ്വൽ കാര്യം. കഴിക്കുന്നതിൻ്റെ മുന്നേ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ള ഏകദേശം ഒരു റഫ് പിക്ചറും ഇൻഗ്രീഡിയൻസും ഒക്കെ വെച്ചിട്ട് ഞാൻ ഫിറ്റ് റീഡ് കപ്പിളിന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മളും അവരും ഒരേ പേജിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വെച്ച് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെയർ നമ്മൾ യുവിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതിലിരുന്ന് പ്രോപ്പറായി ഭക്ഷണം കഴിക്കുമായിരുന്നു. പക്ഷേ ഇടയിൽ 1-2 പനി വന്നപ്പോൾ മെല്ലെ ഒക്കത്തി എത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് ടേബിളിലിരിക്കാൻ, അതായത് ചെയറിലിരിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇതൊരു ശീലമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും വിഷ്ണു. പിള്ളേരെ റുട്ടീനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ചില ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ 1-2 ദിവസം അതിലൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ച് പഴയ പടിയിലോട്ടായി പോകും. അവനിത് മനസ്സിലാവില്ലെങ്കിലും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങളൊരു സ്ട്രിക്റ്റ് പേരൻസ് ഒന്നും അല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ഓരോരോ പേരൻസിനും ഉണ്ടായിരിക്കുമല്ലോ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യമാണിത്. യുവിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടമുള്ളത് ആ പൂച്ചേനെയാണ്. അപ്പോൾ രാവിലെ യൂഷ്വലി ഇവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1:30-2:30 ചില ദിവസമൊക്കെ 3 മണിക്കൂറൊക്കെ അടുപ്പിച്ച് കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാൻ മെയിൻലി എൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചല്ലേ ഉള്ളൂ, ഒന്ന് കുറച്ച് ലേറ്റിലാണ് നമ്മൾ വിടണം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കുറച്ച് ഇവിടെ കളിച്ചതിന് ശേഷം ഒന്ന് മൂടിൽ കൊണ്ട് കിടത്തണം. ഞാൻ പറഞ്ഞു വന്നത്, വെക്കേഷന് പോയ സമയത്ത് നമ്മൾ അത്രയും കാലം ഒന്ന് നോക്കിയൊക്കെ ഭക്ഷണം കഴിച്ച് കുറച്ച് വെയിറ്റൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് നമ്മുടെ വെക്കേഷൻ വെയിറ്റ് ഗെയിൻ നോർമലാണ്. അപ്പോൾ അന്ന് എന്തൊക്കെയോ കഴിച്ചിട്ട് പിന്നെയും വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെയുള്ള ഗ്രാഫാണല്ലോ, കൂടും കുറയും നമ്മളതിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫിറ്റ് റീഡ് കപ്പിളിനായിട്ട് പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ അയച്ചു കൊടുക്കുക, ഡെയിലി ഞാൻ കുറച്ച് കാലറി ഡെഫിസിറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ കഴിക്കാനുള്ള ക്രേവിങ് വരും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് PCOSൻ്റെ ഒരു ഗ്രാഫും കൂടെ ഒപ്പം ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് മധുരം അങ്ങനെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അവരൊരു കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ് കേട്ടോ. അവർ ഫോട്ടോ അയച്ച് തരാൻ പറയും. ഓരോ ദിവസം എത്ര കാലറി കഴിക്കുന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കത് ഒരു കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് ആണ്, ഒന്ന് നോക്കിയും കണ്ടും ഭക്ഷണം കഴിക്കാനും പിന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ആ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലോ. നമ്മൾ യൂഷ്വലി ട്രൈ ചെയ്ത കാര്യങ്ങൾ തന്നെ കഴിച്ച് മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്ക് നാട്ടിലെനിക്കൊരു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക്. അപ്പോഴേക്ക് ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ചേഞ്ചസ് ബോഡിയിൽ വരുന്ന വിചാരിച്ചത്. പക്ഷേ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ പ്രഗ്നൻസിക്ക് ശേഷം ഗെയിൻ ചെയ്യുന്ന വെയിറ്റും അതേപോലെ തന്നെ പ്രഗ്നൻസിക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളും
പിന്നെ സ്ട്രെങ്ത് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ കുറച്ചും കൂടെ എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ ഫീലാണ്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോഴും ആ ഒരു മാറ്റം തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിനി ഇവിടെ ഇരുന്ന് കളിക്കട്ടെ, എന്നിട്ട് ഞാൻ യുവീനെ കൊണ്ട് കിടന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 7 months ഒക്കെ ആകുമ്പോഴായിരിക്കും ഇവർക്ക് അധികം ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി വരിക. നമ്മൾ ദൂരെ പോകുമ്പോൾ അവർ കരയുന്നതോ നമ്മുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി ആഗ്രഹം കാണിക്കുന്നു, നമ്മൾ അടുത്ത് വരുമ്പോൾ സന്തോഷം കാണിക്കുന്നു ഒക്കെ. ആ ഒരു ഫേസിൽ കൂടെ തന്നെയാണ് യുവിയും കടന്നു പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഇവരിത് കാണിക്കുന്നത് കാണുമ്പോൾ. എനിക്ക് അങ്ങനെ ഫുൾ ടൈം അവൻ എൻ്റെ ഒക്കത്തിരുന്ന് വെച്ചിട്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിക്കും കുറച്ച് കാലമല്ലേ ഇതുണ്ടാവുള്ളൂ, ഇനി എത്ര കാലം. ഇവനൊന്ന് നടന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ അധികം നടക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തന്നെ ആയിരിക്കും അവന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഉള്ള സമയം ഞാനും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവനും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. യുവി ബോയ്ക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ യുവിനെ അവിടെ കിടത്താം. യുവിയുടെ മറ്റേ ഹൈ ചെയർ വന്നിട്ടുണ്ട് കേട്ടോ. സാധാ ചെയറിലിരിക്കാത്ത കുട്ടിക്ക് ഇനി എന്തിനാണ് ഹൈ ചെയർ കൊടുക്കാൻ പോവാണ്, അതൊക്കെ ഒന്നും ആവശ്യമില്ല കേട്ടോ, തിരിച്ചു കൊടുക്കാൻ പോവാണ്. ഇവനെ കൊണ്ട് കിടത്തട്ടെ, കുറച്ചു നേരം ഉറങ്ങുമായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാ അപ്പൊ കാണിക്കാന്നറിയോ, പിടുത്തം കിട്ടാനില്ല. യുവിനെ കാണാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ നല്ല ചായ ഉണ്ട് എന്ന് നിങ്ങളെല്ലാവരും പറയാറുണ്ടല്ലോ, ഇവിടെ എല്ലാവരും പറയാറുണ്ട്. എനിക്കും തോന്നാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കും എൻ്റെ ഒരു ചായ ഇവനില്ലല്ലോ എന്ന്. പക്ഷേ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അതേ സ്വഭാവമാണെന്ന്. അതായത് ഉറക്കത്തിനോടുള്ള നല്ല താല്പര്യം, അതേപോലെ രാത്രി ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഉറക്കം ക്യാച്ചപ്പ് ചെയ്യുന്നൊരു സ്വഭാവം. ഇത് എന്നെ അറിയുന്ന എല്ലാ ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് ഉറക്കം കോംപ്രമൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവൻ ജനിച്ച സമയങ്ങളിലും ഒന്നാമത് ഇവൻ നന്നായിട്ട് ഉറങ്ങുന്ന കാരണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അധികം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനിയല്ല ചില നൈറ്റ്സ് കുറച്ച് ബുദ്ധിമുട്ടായാൽ തന്നെ ഞാൻ അടുത്ത ദിവസം എങ്ങനെയെങ്കിലും ഞാൻ ഉറങ്ങിയത് ക്യാച്ചപ്പ് ചെയ്യും. മുന്നേ ഒക്കെ യുവി ഉറങ്ങുമ്പോൾ ഞാൻ കുറേ നേരം പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ, കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ അങ്ങനെ കരച്ചിലിനൊന്നും വലിയൊരു പ്രശ്നമില്ല, കിടത്തിയ നേരെ ഉറങ്ങാറുണ്ട്. പിന്നെ ഞാൻ ബേബി മോണിറ്റർ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വിഷ്ണു കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി പോവുക. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ മറ്റേ മ്യൂസിക്കിൻ്റെ ശബ്ദം ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ ബേബി മോണിറ്റർ കൊടുത്തു. ഞാൻ ഇനി എൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യട്ടെ, ഒന്ന് ഉഷാറായി വരാനുണ്ട്. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, ഞാനത് പറയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബെയിലിയുടെ കാര്യം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലും കൂടെ കമൻറ്റ് ഉണ്ടായിരുന്നു. ബെയിലി ഏകദേശം 1 മാസം മുന്നേ മരിച്ചു. ഇപ്പോൾ ബെയിലി ഇല്ല. അന്ന് തന്നെ ഞാൻ വീഡിയോയിൽ പറയാൻ, ഒന്നാമത് ഞാനത്ര ഗുഡായിരുന്നില്ല അത് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ആ റിയാലിറ്റി അങ്ങോട്ട് ഉൾക്കൊണ്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് കാണുക പോലും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ആ റിയാലിറ്റിയിലോട്ട് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ അതൊരു ഡിസ്കഷനാക്കി കൊണ്ടുപോകേണ്ട, അച്ഛൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ളൊരു സമയം ഞാൻ എടുത്തതായിരുന്നു. ബെയിലിക്ക് ചെറിയൊരു വീസിങ്ങിൻ്റെ പ്രോബ്ലം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്ന് വരുന്ന പോലെ. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവസാനം അരക്ക് കീഴ്പ്പെട്ട് പാരലൈസ് ആവലും സർജറിയും ബോഡി വീക്കായി കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ ശക്തി, അതായത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അത് വരാൻ വേണ്ടി തുടങ്ങി. അതിൽ ഒരു 2 ആഴ്ചത്തോളം ഭയങ്കര സിങ്കിങ് ആയിട്ട് ഇരിക്കുകയായിരുന്നു സ്റ്റേജ്. പിന്നെ ഒരു ദിവസം വൈകുന്നേരം 8 മണിയോടുകൂടെ ബെയിലി മരിച്ചു. ഒരു ബെയിലിക്കാലമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടി എന്നുള്ളത് പോലെ ആയിരുന്നില്ല, ഞങ്ങൾക്ക് ഒരു വീട്ടിലൊരു കുഞ്ഞേ കുട്ടി ഉള്ളത് പോലെയായിരുന്നു. റോട്ടിൽ കൂടെ പോണവരോടും വീട്ടിലുള്ളവരോടും ഒക്കെ വർത്താനും കളിയും ചിരിയൊക്കെ ആയിട്ട് വീടിങ്ങനെ അടക്കി ഭരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഞാനും രോഹിത്തോടല്ലാത്തത് കാരണം വലിയൊരു ഭയങ്കര ആശ്വാസമായിരുന്നു. ആശ്വാസം എന്നല്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയ്ക്കും അച്ഛനും. അപ്പോൾ ബെയിലിക്കാലം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാലമായിരുന്നു. എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹവും നമുക്കും ഒക്കെ തന്നിട്ട് ഒരു 5 കൊല്ലമേ ബെയിലി ഉണ്ടായുള്ളൂ. ബെയിലി പോയി. നമുക്കിനി ഇത് കൂടുതൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കണ്ട. അത് ഇപ്പം പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം പറയണം തോന്നിയെന്നല്ല, കുറച്ച് സമയം വേണമായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇനിയും കൂടുതൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു പോകുന്നല്ല, അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമല്ലേ. സൊല്യൂഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു നോക്കിയെന്നുണ്ടെങ്കിലും ഒന്നും ശരിയായില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ഞാൻ എൻ്റെ കുറച്ച് വോയിസ് ഓവർ പരിപാടിയിലോട്ടൊക്കെ കിടക്കട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ.
കാര്യമായിട്ടൊന്ന് പൊക്കിയുണ്ടോ തോന്നണോ? ഇന്നൊരു വലിയ ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു 45 മിനിറ്റ്, 1 മണിക്കൂർ കഷ്ടി ഒന്ന് കിടന്നുറങ്ങി അല്ലേ യുവി? ഇവർക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ജലദോഷം, പനി, അതേപോലെ കഫക്കെട്ട്, ഇതൊക്കെ ഇവന് തുടക്കത്തിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചിങ്ങനെ കൺസേൺഡ് ആവുമായിരുന്നു. ഇപ്പോഴും കൺസേൺഡ് ആണ്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാലേ അവർ ലങ്സ് ചെക്ക് ചെയ്യും, അതേപോലെ തന്നെ ബാക്കിയെല്ലാം പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പാരസെറ്റമോളിൽ ഒരു കാര്യം തരില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ നമ്മളും അതിനോട് പ്രാക്ടീസ്ഡ് ആയി. പക്ഷെ എന്നാലും കഫമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കൂട്ടോ, അവന് ലങ്സിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ പാരസെറ്റമോൾ കൊടുക്കുക. ബാക്കി ആവി പിടിപ്പിക്കുന്ന 1-2 സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ കൊണ്ടടക്കാൻ പറ്റുന്ന. അത് വെച്ചിട്ട് ഇപ്പോൾ ആവി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചൊരു വ്യത്യാസം അതിന് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പാരസെറ്റമോളിനെ ഉള്ളൂ അല്ലേ. ഉഫ്. ഇത് പക്ഷേ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് പാരസെറ്റമോൾ മാത്രം തരുമ്പോൾ. ഇവൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ഞാനിവിടെ വന്ന ഉടനെയൊക്കെ. പക്ഷേ അതിനുശേഷം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറൽ ഫീവറിന് നമുക്ക് പാരസെറ്റമോളേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി കൂടുതൽ ഇമ്മ്യൂൺ ആവുക. ഇത് നമ്മൾ റിയാലിറ്റിനോട് കൂടുതൽ എന്താ പറയുക, റിയാലിറ്റി കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ അത് കുറേയൊക്കെ ശരിയാ തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ റൂഹിക്കാണെങ്കിലും നെയ്ത്തനാണെങ്കിലും ശിവനാണെങ്കിലും ഒക്കെ തുടക്കത്തിൽ ഒരു 4-5 വയസ്സ് വരെ ഇവർക്ക് കുറേ പനിയുണ്ടായിരുന്നു. പിന്നെ അവർ സിക്കാവുന്നത് ഭയങ്കര കുറവാണ്. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെയാണ് ഇവർക്ക് പനി തന്നെ വരാറുള്ളൂ. അപ്പോൾ യുവി ഇമ്മ്യൂൺ ആവാനുള്ള പാത തുടരുകയാണല്ലേ യുവി? ഒരു ചെടി ഇരിക്കുന്നുണ്ട്, അതിലോട്ടാണ് നോട്ടം മുഴുവൻ. യുവിയുടെ അതിഗംഭീര കരച്ചിൽ കേട്ട് വിഷ്ണു ഓടി വന്നതാട്ടോ. പാല് കുടിക്കാൻ നമുക്ക് ലേറ്റ് ആവാൻ പറ്റില്ല, ഓൺ ടൈം നമുക്ക് കിട്ടണം. ഞാൻ ഒരു 2 സെക്കൻഡ് അത് ഡിലേഡ് ആയിപ്പോയി അല്ലേ വിഷ്? 2 ദിവസം വിഷ്ണു റിലീസിൽ പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ടല്ലേ. ഞാനിപ്പോൾ വരാം, എനിക്ക് 1-2 അർജൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. 5 മിനിറ്റ് വിഷ്ണുവിനോടൊന്ന് പാല് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു. അർജൻറ്റ് കാര്യം വേറൊന്നുമല്ല, ഭക്ഷണം പോകണം. നിങ്ങൾ ചോദിക്കാറില്ലേ എല്ലാ ദിവസവും ഭയങ്കര പ്രൊഡക്റ്റീവാണോ എന്ന്? ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ട് മ്ലാനത എന്ന് പറയാൻ പറ്റില്ല, മടിയെന്നും പറയാൻ പറ്റില്ല, എന്നാൽ ചെറിയൊരു മേലുവേദന അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം ഇന്നലെ കുറച്ച് നല്ല വർക്കൗട്ടായിരുന്നു ജിമ്മിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ സാധാരണ ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആകമൊത്തം ഒരു ക്ഷീണം ഉണ്ടെന്ന് ശരീരത്തിൽ. അപ്പോൾ അതിൻ്റെ ആകമൊത്തം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പീരിയഡ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണെന്ന്. എന്തുകൊണ്ടൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഉച്ചയ്ക്ക് നമുക്ക് പുട്ടും കടലക്കറിയാണ്. എനിക്ക് ഭയങ്കര ചോറും പൊട്ടറ്റോ വറുത്തതും ഒക്കെ കഴിക്കാൻ വേണ്ടി തോന്നണം. പക്ഷെ ഉണ്ടാക്കാനുള്ള സമയമില്ല. സമയം 1 മണി വെച്ചിട്ട് വയ്യ, അപ്പോൾ നമുക്കെടുത്ത് കഴിക്കാം. വിഷ്ണു സാധാരണ താഴെയും മുകളിലും കൂടെ ഇരുന്നിട്ട് മാറി മാറി ഇരുന്നിട്ടാട്ടോ വർക്ക് ചെയ്യാറ്. കുറച്ചു നേരം താഴെ വന്നിരിക്കും, കുറച്ചു നേരം മുകളിൽ വന്നിരിക്കും, അങ്ങനെ സ്വിച്ച് ചെയ്തിട്ട്. പിന്നെ ജോലിയുടെ തിരക്കനുസരിച്ചിട്ട് അതിലൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തും അല്ല വിഷ്? എന്നോട് അമ്മ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു യുവീനെ എടുത്തിട്ട് അധികം അടുക്കളയിൽ കയറ്റി ശീലിപ്പിക്കണ്ട, കാരണം അടുക്കളയിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ അവനും പിന്നാലെ തന്നെ കയറാൻ തോന്നുന്നുള്ളത്. ഞാൻ വലിയ കാര്യമാക്കിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഞാൻ അടുക്കളയിൽ കയറിന്റെ അപ്പത്താ, ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. എന്താണ് ഉണ്ടാക്കണത്, എത്ര മുട്ടയുണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ ലഞ്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കടലക്കറിയും പുട്ടും കേട്ടോ. പക്ഷെ ഒട്ടും ഫീൽ ചെയ്യില്ല കഴിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മുട്ട ഞാൻ കഴിച്ചിട്ടില്ല, അപ്പൊ ഒരു മുട്ട മുട്ട ചിക്കി വറുത്തതും ചപ്പാത്തി, നമ്മുടെ റൊട്ടിമാറ്റിക് ചപ്പാത്തി ഉണ്ടല്ലോ, അതും കൂടെ കഴിക്കാന്നുള്ളത്. ബാക്കിൽ ഈ ഏരിയ നിങ്ങൾ ഇഗ്നോർ ചെയ്യാട്ടോ. ഒന്ന് രാവിലെ തൊട്ട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ട് അവിടെ കുന്നു കൂട്ടിയിട്ടുണ്ട് ഏകദേശം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ, നമുക്കിങ്ങനെ എങ്ങനെയാണ് എല്ലാം കൂടെ ചെയ്തെത്തുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല, ഒരു റുട്ടീനായിട്ടില്ല. പല ദിവസം പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പൊ ആരെങ്കിലും ഒക്കെ ആ ഫേസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ എന്താന്നുള്ളതും കൂടെ ഷെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഏകദേശം ഒരു 3-4 മാസം നമ്മളിവിടെ ഒരുമിച്ച് ഞാനും വിഷ്ണുവും യുവിയും കൂടെ ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഏകദേശം അതിന്റെ ഒരു താളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനൊറ്റ കാര്യമുള്ളൂ, പല പല കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക, അത് ചെയ്യാൻ പറ്റില്ല. ഇവന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കും, അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് അതിന്റെ ഒരു താളം കിട്ടും എല്ലാം കൂടെ ചെയ്യാനുള്ളത്. ഇപ്പൊ ഏകദേശം നമുക്ക് ഇപ്പൊ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, വിഷ്ണു ജിമ്മിൽ പോകുന്നുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ മുന്നേ, കാരണം സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ ഒപ്പം ഇവന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മളൊരു താളത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ചില ദിവസമായിരിക്കും ഭയങ്കര ജോലിയില് ഫുള്ളി എനിക്ക് വേണ്ടി വരിക.
ചില ദിവസങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. കാരണം നമുക്ക് ചില ബ്രാൻഡ് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര എഡമെന്റ് ആയിരിക്കും ഈ സമയത്ത് ഈ കാര്യം വേണം എന്നുള്ളത്. നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് അവർ മുഴുവൻ മാറില്ല. അപ്പൊ ആ ദിവസങ്ങളിൽ ഞാൻ വിഷ്ണുവിനോട് മുൻകൂട്ടി പറയും ഒന്ന് ജോലിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ വിഷ്ണു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും. വേറെ ചില ദിവസം വിഷ്ണുവിന് ഒട്ടും മാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു എന്നോട് മുൻകൂട്ടി പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ഒന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലേ വിഷ്? ഞാൻ പറഞ്ഞത് ഒരു ആഡ് ചെയ്യാനുണ്ടോ? എങ്ങനെയുണ്ടോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ? അല്ല ശരിക്കും അതന്നെയല്ലേ സഞ്ജയ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പറായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ഉള്ളതെന്നുള്ള കാരണം രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുകൊണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനും പ്ലാൻ ചെയ്യാനുമാണ് നമുക്ക് സമയം എടുക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ പൊളിയായി ഉഷാറായിട്ട് ഉണ്ടോ ഒക്കെ തിരിക്കും. ഇവിടെ ഞാൻ മുട്ട ഉണ്ടാക്കും, ഇവിടെ ഞാൻ പാത്രം കഴുകും, ഇഷ്ടമുള്ള ജോലി എടുക്കും അല്ലേ? യുവി മെലിഞ്ഞിട്ടാണെന്നുള്ള കമന്റ്സ് 1-2 പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം എന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ? എന്റെ എന്താ പറയാ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ മെലിഞ്ഞിട്ട് ഏകദേശം ഒരു 12 വയസ്സ് വരെ അമ്മ പല അരിഷ്ടവും കഷായും കലക്കി തന്നെ തടിപ്പിക്കാൻ നോക്കിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ചുറ്റുള്ളവരൊക്കെ പറയും ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ, കുട്ടിക്ക് എന്താ ആരോഗ്യം ഇല്ലേ എന്നുള്ളത്. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതി ഉണ്ടാവില്ലേ. അപ്പൊ എന്റെ മോനാവുമ്പോ മെലിഞ്ഞല്ലേ ഇരിക്കുള്ളൂ. ബാക്കി അവന്റെ വെയിറ്റും കാര്യങ്ങളും ബാക്കി അവന്റെ ഹെൽത്ത് കണ്ടീഷനും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട, അതിലൊന്നും ഒരു വിഷയവുമില്ല. അങ്ങനെ കുറച്ച് മെലിഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു പ്രായം വരെ മെലിഞ്ഞാ പ്രശ്നമാണ്, ഒരു പ്രായം കഴിഞ്ഞ് തടിച്ചാലും പ്രശ്നമാണ് അല്ലേ? ജീവിതം ഇസ് വെരി ടഫ് മാൻ. രാത്രി ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ പംകിൻ ചിക്കൻ. യുവിയുടെ ഹൈ ചെയർ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് 2 ആഴ്ച മുന്നേ ഒരു ഹൈ ചെയർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് 1-2 ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിട്ടേൺ ചെയ്ത് പിന്നെ ഒരു പുതിയ പീസ് വന്നിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്ത് റെഡിയാക്കണം. ഞാനിപ്പോൾ കുറച്ച് ഫുഡ് അവന് ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പ്ലേറ്റിൽ കുറച്ച് ഇങ്ങനെ അവന് ഫീൽ ചെയ്യാൻ വേണ്ടി കൊടുക്കും. കാരണം ഫുഡ് ഫീൽ ചെയ്യുന്നതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി എല്ലാം കഴിഞ്ഞ് കഴിച്ചെണീക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ ഒരു ഏരിയ ഏകദേശം ഒന്ന് തീരുമാനമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു സമയത്ത് ഇവരിത് ലേൺ ചെയ്യുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എന്നാലാണ് കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ സ്വയം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പഠിക്കുക. അതുകൊണ്ട് ചില ദിവസമൊക്കെ നമ്മൾ ജസ്റ്റ് ഡയപ്പർ ഇട്ട് മാത്രമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ്. പക്ഷെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുകൊണ്ട് നമ്മൾ അത്യാവശ്യം വെൽ ഡ്രസ്ഡ് ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഒന്നും കഴിക്കില്ല എല്ലാം. ഗുഡ് നൈറ്റ് യുവി. ഗുഡ് നൈറ്റ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ടേബിൾ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ. നല്ലോണം വിശക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയും ചപ്പാത്തിയാണ് നമുക്കിന്ന്. ഇപ്പോൾ സൺഡേ ഒരു മീൽ പ്രപ്പ് ഇല്ലെങ്കിലും എങ്ങനെ ഒരാഴ്ച നമുക്ക് കൊണ്ടുപോകാമെന്നുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അത്ര അങ്ങോട്ട് മീൽ പ്രപ്പിങ്ങിൽ ഫോക്കസ് ചെയ്യാറില്ല കേട്ടോ. കാരണം അതല്ലാതെ നമുക്ക് ഋതം കിട്ടണമല്ലോ, അത് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം സമാധാനത്തിലിരുന്ന് ലഞ്ചൊക്കെ കഴിക്കട്ടെ. യുവി കുറച്ചു നേരം ഉറങ്ങുമായിരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവരുടെ ഇങ്ങനത്തെ ചെയറും ടേബിളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുന്തോറും അത് ഭയങ്കര ഇങ്ങനെ മോശമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒട്ടും എടുത്തു വെക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് കഴിച്ചെണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവൻ്റെ ഈ ഒരു ചെയറും ടേബിളും എല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കി കഴുകേണ്ട ഭാഗങ്ങളൊക്കെ കഴുകി, പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയെടുക്കുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണമല്ലേ കുറേ നേരമൊക്കെ അതിൻ്റെ മുകളിലിരുന്നാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ ടഫായിരിക്കും, പിന്നെ അത് വേണ്ടത്ര വൃത്തി വരില്ല. അങ്ങനെ ഞാൻ കുറച്ച് പണിയെടുക്കാൻ വേണ്ടി ഇരുന്നെങ്കിലും എനിക്കത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എനിക്ക് അത്ര ഭയങ്കര ടഫായിട്ടുള്ളൊരു ദിവസമല്ല കേട്ടോ. എനിക്ക് കുറച്ചൊന്ന് വേണമെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൊരു ദിവസമാണ്. പക്ഷെ ഇപ്പൊ സമയം കിട്ടുമ്പോ ഞാൻ ചെയ്ത് തീർത്തു പോകാറുണ്ട്. കാരണം ഇന്ന് കിട്ടുന്ന സമയം ചിലപ്പോൾ നമുക്ക് നാളെ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ കുറച്ചൊന്ന് ഉഷാറ് വന്ന പോലെ ഉണ്ട്. ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തി കുറച്ച് പണിയെടുക്കാൻ വേണ്ടി ഇരിക്കാം. ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഓൾമോസ്റ്റ് വോയിസ് ഓവർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒക്കെ ചെറിയ കറക്ഷൻസ് നടത്തിയിട്ട് യുവി എണീക്കുന്നതിന് മുന്നേ പോസ്റ്റ് ചെയ്യാം. യുവി എണീറ്റ് നമുക്ക് ഏതെങ്കിലും പാർക്കിൽ നടക്കാൻ പോകാട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ചൊരു ശുദ്ധമായി ശ്വസിച്ച് പാട്ടൊക്കെ കേട്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഗുഡാവും തോന്നുന്നു. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ കരച്ചിലാവും, പിന്നെ എന്റെ മൂഡ് ഔട്ട് ആവും. അപ്പൊ ഞാൻ കുറെ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഫുള്ളി പ്ലസന്റ് ആയിട്ടുള്ള ദിവസം വലിയ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെ
ഒന്ന് എനർജൈസ് ആക്കാൻ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് പാർക്ക് പോവാം. യുവി ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ മീറ്റിങ്ങിലും ചെവി അടുത്ത് വെച്ചിട്ട് ഇല്ല കേട്ടോ, അങ്ങനെ ശബ്ദം വലിയ പ്രശ്നമില്ല. അപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞ മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ എടുത്തിരുന്നപ്പോൾ ഉറങ്ങി. അങ്ങനെ കിടത്തിയിട്ട് ഞാൻ കുറച്ച് പണിയെടുത്താലോ? എണീക്കോ? ആണോ? എന്നോട് 5 മണിയാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞേ. പറഞ്ഞ പോലെ വീഡിയോ എടുത്തിട്ടാണല്ലോ പറഞ്ഞ ഞാൻ കൃത്യമായി അനുസരിച്ചാണ്. എന്നെ ഉറക്കിയിട്ടില്ല. ഞാൻ കയ്യെ പിടിച്ചിട്ട് കുറച്ചു നേരം നടക്കാൻ പറ്റുമോ? ഇഷ്ട പാട്ടൊക്കെ പാടി ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇപ്പൊ വെതർ ആക്ച്വലി കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 5 മണിയാണ്. ഇനി സമയം മാറും. അതായത് ഡേ ലൈറ്റ് സേവിങ് തീരും ഓർ തുടങ്ങും. ഭയങ്കര കൺഫ്യൂസിങ് ആണ് എനിക്ക്. ഡേ ലൈറ്റ് സേവിങ് മുന്നിക്ക് പോകുന്നതാണോ പിന്നിക്ക് വരുന്നതാണോ ഡേ ലൈറ്റ് സേവിങ് എന്നുള്ള എപ്പോൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ കമന്റ് സെക്ഷനിൽ ആരോ പറഞ്ഞു ടേബിൾ ആണോ ടീ ആണോ വലുത്, ടേബിൾ അല്ലേ വലുത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, അതിനനുസരിച്ച് നമുക്ക് ഓർക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഡേ ലൈറ്റ് സേവിങ് തീരോ തുടങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 1 മണിക്കൂർ മുന്നിലോട്ട് പോകും. അതായത് ഇപ്പോഴത്തെ 5 മണി 6 മണിയാവും. അപ്പോൾ രാവിലെ 9 മണിക്ക് ഇപ്പോൾ ജോലി തുടങ്ങുന്നത് 8 മണിയാകുമ്പോൾ തുടങ്ങും. പക്ഷെ ക്ലോക്കിൽ 9 മണിയായിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞെന്തെങ്കിലും? അങ്ങനെ 1 മണിക്കൂർ മുന്നിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് ജോലി കഴിഞ്ഞാൽ 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ നമുക്ക് ലൈഫിൽ കിട്ടും, പുറത്ത് സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പം 5 മണിക്ക് നമുക്ക് ഇത്രയും വെളിച്ചമുണ്ട് ഇവിടെ. ഇനി 5 എന്നുള്ളത് 6 ആവുമ്പോൾ, അതായത് ഇപ്പോഴത്തെ 5 നാളത്തെ 6 ആവും. അങ്ങനെയാവുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഞാനിവിടെ സൈഡിലായത് കാണിക്കാം. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂറും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും. കൂടുതൽ ലേറ്റ് ആയിട്ട് ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ സൺസെറ്റ് ഓൾമോസ്റ്റ് ഒരു 6:45 7 മണിക്ക് അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോൾ അത് 8 മണിയാവും. തുടങ്ങുമ്പോൾ അത് 8 മണിയാവും. ഇത് ഞാൻ എന്നെ തന്നെ ആലോചിച്ച് ചിരിച്ചത് കേട്ടോ. കാരണം ഒരു കാര്യം മനസ്സിലാലോചിച്ചിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സൺസെറ്റ് വഴുകും, കൂടുതൽ നേരം വെളിച്ചം ഉണ്ടാവും സമ്മറിൽ. ഇത് യുവിക്ക് വേണ്ടിയിട്ട് ഡിന്നറാണ് കേട്ടോ. ഇന്ന് ഡിന്നറിന് യുവിക്ക് റവിയും പേറുമാണ്. യുവിക്ക് പൊതുവെ ഇതുവരെ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. ടേസ്റ്റുള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന കാണാം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് പുതിയ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തോന്നുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അത് ആ ഒരു ഏജിൽ അവർക്ക് സേഫ് ആണോ എന്നുള്ളത് ആദ്യം വായിച്ചു നോക്കും. അത് കഴിഞ്ഞിട്ട് വലിയ ക്വാണ്ടിറ്റി എന്ത് കൊടുക്കുന്നതിന്റെ മുന്നേ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഡേ ടൈമിൽ അത് കൊടുത്തിട്ട് അതിന് അലർജി ഒന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വലുതായിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് രാത്രി എന്ന് പറയുന്നത് റവയും പേറും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. റവ പൊതുവേ നല്ലതാണ്, നല്ല കാബാണ്. രാത്രി ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നല്ലതാട്ടോ. അപ്പോൾ പേരൊന്ന് വേവിച്ചതിന് ശേഷം റവ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് അതിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിന്ന് രാത്രിത്തേക്ക് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ അത് പറഞ്ഞപ്പോഴാണ് വിശക്കുന്നുണ്ട്, എന്താ കഴിക്കാന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കാം. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിക്കൻ കബാബും റൈസും ആണ്. അതൊരു ഈസി റെസിപ്പി കേട്ടോ. ഞാനിപ്പോൾ അധികം ഫോക്കസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഈസി ടേസ്റ്റി റെസിപ്പീസിലാണ്. അത് ഞാൻ ഇന്ന് വൈകുന്നേരം ഡിന്നർ ഉണ്ടാക്കുന്ന സമയത്ത് ഷെയർ ചെയ്യാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് സിങ്ക് നിങ്ങൾ നോക്കണ്ട, അത് പിന്നെയും ഫുള്ളായിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മളൊന്ന് ക്ലിയർ ചെയ്തെങ്കിലും പിന്നെ അത് ഫുള്ളായി. അധിക ദിവസം നമ്മളത് അപ്പപ്പോ എടുത്തിട്ട് അങ്ങോട്ട് ഡിഷിൽ വെച്ച് സെറ്റ് ചെയ്ത് പോകാറുണ്ട്. ചില സമയം നമ്മൾ വിചാരിക്കില്ല ആ പിന്നെയാണ് കിടക്കുന്നത്. നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്രോട്ടീനൊക്കെ പറ്റി ചിന്തിക്കുമ്പോഴേ നമ്മുടെ ഡെയിലി ഒരു ഫുഡ് ഹാബിറ്റിൽ നമ്മൾ ഏറ്റവും കുറവ് കഴിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോട്ടീനായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചതിങ്ങനെ ശ്രദ്ധിച്ച് കഴിക്കാറുണ്ട്. കാരണം അത് ലോങ്ങർ ടേമിൽ നമുക്ക് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തുടക്കത്തിൽ ഞാനിപ്പോൾ ഒരു 60 to 80 gram ഓഫ് പ്രോട്ടീൻ ഇടയെ കഴിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതുമെല്ലാം കുറച്ചും കൂടെ ഒരു 90 to 100 കൊണ്ടുവരണം എന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ യുവാൻഷിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചേച്ചിമാർ കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അവരോട് എന്താണ് യുവാൻഷിക്ക് പറയാനുള്ളത്? യുവാൻഷി ഒന്ന് ബിസി ആയി പോയി എന്ന് പറയൂ. ഉറങ്ങിപ്പോയി ഗീതു വന്നപ്പോക്കിയെന്ന്. ഉറങ്ങിപ്പോയി ഗീതു വന്നപ്പോക്ക്. അതുകൊണ്ട് ഗീതുന്റെ ഹാപ്പി ബർത്ത്ഡേ വ്ളോഗിൽ യുവാൻഷിക്ക് വരാൻ പറ്റിയില്ല. ഉപദ്രവിക്കാൻ തന്നെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലാപ്ടോപ്പ് ഉണ്ടോ അവിടെ? ലാപ്ടോപ്പ് വാച്ച് അതൊക്കെ താല്പര്യം.
രോഹിത് അബുദാബിയിലല്ല എങ്ങനെ ഉണ്ട് എന്നുള്ളത് കുറെ പേര് ചോദിച്ചിരുന്നുണ്ട്. രോഹിത് അബുദാബി അല്ല, രോഹിത് ദുബായിലാണുള്ളത്. എന്തായാലും ഭയങ്കര വ്യത്യാസം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ എല്ലാരും പറയുന്ന പോലെ നമുക്കും ആശങ്കയും വിഷമവും എല്ലാം കറണ്ട് സിറ്റുവേഷനെ പറ്റിയിട്ടുണ്ട്. രോഹിത് അവിടെ തന്നെയാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവനിപ്പോ പുതുതായിട്ട് ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ അങ്ങനെ ലീവ് എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ചോയ്സും അവനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ അതും നമ്മുടെ സർവൈവലിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവൻ അവിടെ തന്നെയാണ്. വിളിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ മാത്രമല്ല, ഈ വീഡിയോ കാണുന്നവരന്നെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ദുബായിലൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഈ സിറ്റുവേഷനിൽ നമുക്കായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. എല്ലാം പെട്ടെന്ന് ശരിയാവുക എന്നുള്ള പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ഇവിടെ ഡിന്നറാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, റവ നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ഉപ്മാവിന് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് പയർ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നതാണ്. ഇതിൽ പഴം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ നെയ്യ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. എനിക്കറിയില്ല 7 മാസമുള്ള കുട്ടിക്ക് നെയ്യ് കൊടുക്കുമോ എന്നുള്ളത്. ഞാൻ അതിനെ പറ്റി വായിച്ചു നോക്കിയിട്ടില്ല. ബട്ടർ മാത്രമാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അതും വളരെ ലൈറ്റ് എമൗണ്ടിൽ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് എമൗണ്ടിൽ ബട്ടറും കൂടെ ഇതിലോട്ട് ഇടും. വേണമെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്. മധുരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ആകെ മാംഗോന്റെ മധുരം മാത്രമേ അധികം കൊടുത്തിട്ടുള്ളൂ. ഡേറ്റ്സ് ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുത്തു തുടങ്ങണം. അപ്പോൾ ഞാൻ പെയറും ഇത് മാത്രം വെച്ചിട്ടാണ് ഇന്ന് യുവി ഡിന്നർ കഴിക്കുന്നത്. ഞാനും യുവി നടന്നു വരുമ്പോഴൊക്കെ വിഷ്ണു ഇതാക്കി വെക്കും. താനും അവിടെ നടക്കാൻ എനിക്ക് എന്റെ സ്റ്റെപ്പ് ഞാൻ ഇന്ന് കാച്ചപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് സ്റ്റെപ്പ് ബാക്കിയുണ്ട്. കാരണം ഒരു ദിവസം നമ്മുടെ ഫിറ്റ്രീറ്റ് ആപ്പ് വെച്ചിട്ട് ഇത്ര സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് നോക്കാറുണ്ടല്ലോ. ജിമ്മിൽ പോകുന്ന ചില ദിവസം ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ഇന്നിപ്പോ എന്തായാലും ജിമ്മിൽ പോകുന്നില്ല, എന്റെ റെസ്റ്റ് ഡേ ആണ്. ഇന്നലെ ഞാൻ ഗംഭീര വെയിറ്റുള്ള അടുത്ത് നോക്കി. ഞാൻ അടുത്ത് നോക്കി വെയിറ്റ് ഉണ്ട്. വിഷ്ണു ഒക്കെ ഞെട്ടി. ഞാൻ 25 ഒക്കെ എടുത്തു വിഷ്ണു. ചെസ്റ്റ് പ്രസ്സില് ഫ്ലൈ അല്ലേ അത്? എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഡേ ലൈറ്റ് സേവിങ്, അതുപോലെയാണ് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. ഇന്നലെ ഞാൻ ഗംഭീര വെയിറ്റ് എടുത്തൊരു ദിവസമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടല്ല ഇന്നിന്റെ റെസ്റ്റ് ഡേ ആണ് നാളെ എനിക്കുള്ളത്. ഞാൻ ആഴ്ചയില് 4 ദിവസമാണ് പോകുന്നത് കേട്ടോ. 3 ദിവസം റെസ്റ്റ് ഡേ ആണ്. കാരണം എല്ലാം കൂടി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസം 4 ദിവസമാണ്, വിഷ്ണു 3 ദിവസം. അപ്പൊ ഇന്ന് ഞാൻ നടക്കാൻ പോകണി വീടിനെ കൂട്ടിയിട്ട്. നിലത്ത് കിടക്കണ്ടല്ലോ, എന്ത് പറ്റി? യുവാൻഷിയുടെ തൊപ്പി ശരിയായിട്ടില്ലല്ലോ. അധികമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ ഒരു 2-2.5 കിലോമീറ്റർ നമുക്ക് നടക്കാം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഓടാൻ പോകണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. കാരണം വെതർ കുറച്ച് ബെറ്റർ ആയപ്പോൾ ഓടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അന്ന് ഗ്രീസ് പോയി വന്നതിന് ശേഷം കുറച്ച് കയറ്റമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രായമായില്ലേ, കുറച്ച് കയറ്റമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ശീലമില്ലാത്ത കാര്യമാണല്ലോ മുട്ടിനതൊക്കെ. അതുകൊണ്ട് മുട്ടിൽ ചെറിയൊരു വേദന. ഇപ്പം അത് പിന്നെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ലോവർ ബോഡി കുറച്ച് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓടൽ ഇന്ന് നല്ലൊരു കാര്യമായിരിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് ചുമ്മാ യുവീനെയും കൂട്ടി ഒരു 2 കിലോമീറ്റർ നമ്മുടെ ഏകദേശം സ്റ്റെപ്പ് ഒന്ന് കാച്ചപ്പ് ചെയ്യുന്ന വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. യുവിക്ക് ഒരു ലൈറ്റ് ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത്ര തണുപ്പേ ഉള്ളൂ. പുറത്തൊരു 16 ഡിഗ്രി ഒക്കെയാണ്. പിന്നെ ഞാൻ ആ ക്യാപ്പ് വെച്ചു കൊടുത്താണ്. ഓൾറെഡി ചെറിയ കപക്കെട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കാറ്റടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ക്യാപ്പും കൂടെ വെച്ചു. ലുവിക്ക് ഇഷ്ടമാണോ നടക്കാൻ പോവാൻ? ഗുഡാണോ നടക്കാൻ പോവാൻ? ഗുഡാണോ? സൺസെറ്റ് ഇങ്ങനെ ജസ്റ്റ് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ സ്ട്രീറ്റിൽ കണ്ടോ, ചെറിയ ബ്ലോസത്തിൻ്റെ ബാക്കികളാണെന്ന് തോന്നുന്നു, ബാക്കി പത്രങ്ങൾ. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എന്ത് രസമല്ലേ. എല്ലാം ഇങ്ങനത്തെ മരങ്ങളിലും ഇലകൾ വന്ന് തുടങ്ങും. ഭയങ്കര കളർഫുള്ളാവും. എനിക്കിഷ്ടമാണ് ഈ ഒരു സ്പ്രിങ് സമയം. സ്പ്രിങ് ആകുമ്പോൾ അധികം തണുപ്പും ഉണ്ടാവില്ല, എന്നാൽ നല്ല വെയിലും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് സമ്മറിനേക്കാളും ഇഷ്ടം സത്യം പറഞ്ഞാൽ സ്പ്രിങ്ങാ തോന്നണു ആലോചിക്കുമ്പോൾ. നടക്കാൻ പോകുന്ന സമയത്തും ഫിറ്റ്രീറ്റ് കപ്പിളിൻ്റെ ആപ്പിളിലെ സ്റ്റെപ്പ് ട്രാക്കർ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇതേപോലെ പുറത്ത് നടക്കാൻ പോകാൻ പറ്റണമെന്നൊന്നുമില്ല. വീട്ടിലാവുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റേ കേസ് യൂസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇത് ഓൺ ചെയ്തിട്ട് ഒരു 30-40 മിനിറ്റ്സ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റെപ്പ് കാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ഒന്നും ചെയ്യാൻ മോട്ടിവേഷൻ ഇല്ലാത്തൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പിന്നെ നമുക്ക് പുറത്ത് നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നേച്ചറൊക്കെ കണ്ട് നല്ല റിഫ്രഷ്ഡ് ആയിട്ട് നടക്കും ചെയ്യാം. നമ്മളങ്ങനെ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ, നമ്മുടെ യൂഷ്വലി ചെറിയൊരു വട്ടത്തിന് 1 കിലോമീറ്റർ കിട്ടുള്ളൂ. പക്ഷെ നമ്മളൊന്നും കൊണ്ട് വലിയ സർക്കിൾ എടുത്തു തിരിച്ച് വീട്ടിലെത്തി. ഇവിടെ മൂടെ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 5 മണി വരെ കിടന്നുറങ്ങിയതാ, പിന്നെയും ഉറക്കം വരുന്നു. എന്തടാ അത്?
എൻ്റെ അഭിപ്രായത്തിൽ തനിക്കും കൂടെ വരായിരുന്നു. എന്ത് നല്ല രസം ഉണ്ടായിരുന്നു നടക്കാൻ. കുറച്ചേരം നടന്നിട്ട് എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ട് വരാം. സ്ട്രോളർ വേണ്ട. ഇവിടെ കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞതിന് ശേഷം യുവി പോയിട്ട് റവയും പയറും കഴിച്ചതിന് ശേഷം മുകളിൽ വന്ന് യുവി ഡ്രസ്സൊക്കെ ഇട്ടു അല്ലേ. ഇനി യുവി ഉറങ്ങും. പക്ഷെ പെതുമാമനും ഗീമും കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നതിന് ശേഷം യുവി ഉറങ്ങും അല്ലേ. ആ 7 മണിക്ക് ഉറങ്ങേണ്ട യുവി പെതുമാമനെയും ഗീതുവിനെയും കാത്തിട്ട് 7:30 വരെ ഇരുന്നു. പക്ഷെ 7:30 അവർ എത്താൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ യുവിയുടെ അച്ഛൻ അവർ ഡയപ്പർ വാങ്ങിക്കാനും വെറ്റ് വൈപ്സ് വാങ്ങിക്കാനും ആൽബർട്ടൈൻക്ക് വിട്ടു. വിഷ്ണുവിൻ്റെ ഒരു പോക്ക് വിഷ്ണു ലാഭിച്ചതാണ്. അപ്പോൾ യുവി ഉറങ്ങാൻ പോവുകയാണ്. യുവിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ണൊക്കെ ചുവന്ന് തുടങ്ങി. ഗുഡ് നൈറ്റ് പറയും എല്ലാവരുടെ അടുത്തും. ചേട്ടന്മാരുടെ അടുത്തൊക്കെ ഗുഡ് നൈറ്റ് പറയും. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ. അപ്പം ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. യുവി ഉറങ്ങാൻ പോവുകയാണ്. ഒരു കുഞ്ഞു കുട്ടിയാണ് 7:30 വരെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല പറയാം, ഒരു കുഞ്ഞു കുട്ടിയാണ് 7:30 വരെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നും. ഇവന് ഉറങ്ങാൻ ടച്ച് വിട്ട് എന്നിട്ട് പറയാം. ഇവന് ഉറങ്ങാൻ പൊതുവെ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. രാത്രി അങ്ങനെ വലിയ ഇതാക്കാറില്ല. എണീറ്റ് കഴിഞ്ഞാൽ ഉറങ്ങണം എന്നുള്ളത് പുള്ളിയുടെ തന്നെ ഉത്തരവാദിത്തമാണ് പുള്ളി എടുക്കാറ്. ഇനിയിപ്പോൾ രാത്രി ചില ദിവസം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം കൂർക്ക വലിച്ച് ഒരു 3-4 മണിക്കൂറൊക്കെ ഉറങ്ങി കാച്ചപ്പ് ചെയ്യുന്നതാണ് ആ ദിവസങ്ങളിൽ. അല്ല വിഷ്. വിഷ്ണു കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ കബാബ് എല്ലാവരും റിജക്ട് ചെയ്തു കേട്ടോ. കബാബും ചോറും പോരാന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഗീതു ചെമ്മീനായിട്ട് വരാന്ന് പറഞ്ഞു. ചെമ്മീൻ റോസ്റ്റും ചോറും ആക്കാന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കബാബ് ഉണ്ടാക്കാൻ. ഞാൻ കബാബ് ഫുള്ളൊരു റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ എന്താ വിഷ്ണു, ഞാൻ ഇങ്ങനെ എന്താ വിട്ട് കുറെ നേരം നടക്കണത്. എല്ലാ ദിവസവും സംഭവബഹുലമായ ദിവസങ്ങളല്ലല്ലോ. ഇപ്പൊ ആൾക്കാരെ ചിലക്കുകയും പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ വീഡിയോ കാണുമ്പോൾ നിന്റെ ലൈഫ് എന്ത് സ്ട്രക്ചേർഡ് ആണ്, ഇങ്ങനെ ജീവിച്ച ബോറടിക്കില്ലേ, എഴുന്നേക്കുന്നു, ജിമ്മിൽ പോകുന്നു, വരുന്നു, വെള്ളം പിടിക്കുന്നു, ഓട്സ് ഉണ്ടാക്കുന്നു. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെയല്ലല്ലോ. അതും കൂടെ ഈ വീഡിയോ കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോ അങ്ങനെ അല്ലാത്തൊരു ദിവസമാണ്. ഇന്നിപ്പോ പോയ വഴിക്ക് പോയൊരു ദിവസമാണ്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. എനിക്ക് തോന്നിയില്ല, അത്രയുള്ളൂ. യുവിനെ വൈകുന്നേരം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടത്തുന്നത് നമ്മൾ രണ്ടുപേരും ഓരോ ദിവസം മാറി മാറിയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആ സമയം വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. സക്സസ്ഫുള്ളി കിടത്തി. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്ന് വരൂല അറിഞ്ഞിട്ട്. ഗീതു ചേച്ചി അടിപൊളിയാക്കി. എന്താ കൈ മുട്ടിയതാണോ? ഗീതു ചേച്ചി അടിപൊളിയാ, ഗീതു ചേച്ചി പൊളിയാന്ന് പറയാൻ വേണ്ടി കണ്ടറിഞ്ഞിട്ട് വീഡിയോ എടുക്കണ ദിവസം വരും. എൻ്റെ കബാബ് റിജക്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മളെല്ലാവരും ചേർന്ന് കുറച്ച് ചോറും പിന്നെ അതേപോലെ ഒരു സാലഡും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി. പ്രധുവിൻ്റെയും ഗീതുവിൻ്റെയും ശബ്ദം താഴ്ന്നു കേട്ടാ തോന്നുന്നു. യുവി ഇടയ്ക്കൊന്ന് താഴെ വന്നായിരുന്നു. കുറച്ച് നേരം നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരുന്ന പോയി. നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു, സാധാരണ ഒരു ദിവസമായിരുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരിക്കും ടാറ്റ, ബൈ.